ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, ഫയർമാൻ, ഫയർവുമൺ എന്നീ തസ്തികകളിലേക്കുള്ള പരീക്ഷാ തീയതി ഇപ്പോൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. ജൂലൈ മാസമാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എന്നാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്, എന്നു മുതൽ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം എന്നതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. കമ്പനി ബോർഡ് LGS കാറ്റഗറി നമ്പർ 423/2025 കമ്പനി ബോർഡ് LGS. അതുപോലെ തന്നെ ബെവ്കോ LDC 619/2025 ബെവ്കോ LDC പരീക്ഷ. 618/2025 സ്റ്റോർമാൻ, കേരള ടൂറിസം വകുപ്പിലെ സ്റ്റോർമാൻ ഉൾപ്പെടുന്ന ഈ ഒരു 3 പ്രധാനപ്പെട്ട തസ്തികകൾ ഉൾപ്പെടുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത് 18/7/2026 കേട്ടോ. 18/7/2026 ശനിയാഴ്ച ദിവസമാണ് നടക്കാൻ പോകുന്നത്. അതായത് ജൂലൈ മാസം 18-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ പോകുന്നത്. ജൂലൈ മാസം 18-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. അപ്പൊ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേട്ടോ. ഈ ഒരു 10th പ്രിലിംസ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നടത്തുന്നത്. അപ്പൊ കൺഫർമേഷൻ 22/4/2026 മുതൽ 11/5/2026 വരെ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഞാനൊന്ന് പറയാം. 6,51,606 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. അതോടൊപ്പം തന്നെ സ്റ്റോർമാന്റെ, കേരള ടൂറിസം വകുപ്പിലെ സ്റ്റോർമാന്റെ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തവരുടെ എണ്ണം 4,1443 പേരാണ് സ്റ്റോർമാൻ അപ്ലൈ ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഇൻ ബെവ്കോ LDC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 6,26,657 പേരാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ നോട്ട് ചെയ്തോണം. നമ്മുടെ കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, സ്റ്റോർമാൻ എന്നീ പരീക്ഷകളുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത് 18/7/2026 ജൂലൈ മാസം 18-ാം തീയതിയാണ്. 18/7/2026 ശനിയാഴ്ചയാണ് 10th ലെവൽ പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അടുത്തൊരു തസ്തികയായിട്ടുള്ള ഫയർമാൻ, ഫയർവുമൺ തസ്തികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ എങ്കിൽ നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ 10th ലെവൽ പ്രിലിംസ്, അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് LGS 10th ലെവൽ പ്രിലിംസ് VFA, സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർവുമൺ എന്നീ ഏത് പരീക്ഷ എഴുതുന്ന കൂട്ടുകാരായിക്കോട്ടെ, നമ്മളുടെ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നിൽക്കുന്ന ഒരു ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. 1 hour ലൈവ് സെക്ഷൻ ഉണ്ട്. ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ നമ്മൾ റെക്കോർഡഡ് സെക്ഷൻ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ PDF നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകല, ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു പരീക്ഷയുണ്ട്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷ. ആ പരീക്ഷയിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ബാച്ചിൽ നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ആ ഒരു ബാച്ചിൽ ഉള്ള കൂട്ടുകാർക്കെല്ലാം അത് വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇനി മുതൽ വരുന്ന പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് 20ഉം 10ഉം മാർക്കും ഒക്കെയാണ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിർബന്ധമായി ഈ ഒരു പരീക്ഷകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഈ 6 മാസത്തെയാണ് വാലിഡിറ്റി വരുന്നത്. 6 മാസത്തിനുള്ളിലാണ് നമ്മുടെ എല്ലാ പരീക്ഷകളും വരുന്നത്. ആ പരീക്ഷകൾക്കെല്ലാത്തിനും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ബാച്ചാണ്. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ്. ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷനോടുകൂടി നമുക്ക് പഠിച്ചു പോകാം. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ്. അപ്പൊ ഇതിന്റെ കോഴ്സ് ഫീ വെറും 200 രൂപ മാത്രമാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ബാക്കി എല്ലാ ടോപ്പിക്സും നമുക്ക് പുസ്തകങ്ങൾ മേടിച്ചാലും എങ്ങനെയായാലും പഠിക്കാം. കറണ്ട് അഫയേഴ്സ് മാത്രം നമ്മൾ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഫയർമാൻ, ഫയർവുമൺ പരീക്ഷ എന്നാണ് നടക്കാൻ പോകുന്നത് നോക്കാം.
അടുത്തൊരു പ്രധാന തസ്തികയാണ്, നമ്മുടെ ഏറ്റവും കൂടുതൽ കൂട്ടുകാർ എഴുതുന്ന ഒരു തസ്തികയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതായത് ഫയർമാൻ പരീക്ഷ സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന പരീക്ഷയാണ്. ആ പരീക്ഷ നടക്കുന്നത് 4/7/2026 4/7/2026 അന്ന് തന്നെയാണ് ഫയർ വുമൺ പരീക്ഷ നടക്കുന്നത് കേട്ടോ. ഫയർ വുമൺ പരീക്ഷ നടക്കുന്നത് 4/7/2026 കേട്ടോ. 4/7/2026 നടക്കുന്നത്. നമുക്കറിയാം ഫയർമാൻ പരീക്ഷ സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന പരീക്ഷയാണെങ്കിൽ ഫയർവുമൺ പരീക്ഷ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 4/7/2026 നടക്കുന്നത്. കാറ്റഗറി നമ്പർ പറയാം. ഫയർമാന്റെ 551/2025, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 887/2025, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷ നടക്കുന്നത് 4/7/2026. ഇന്നു മുതൽ കൺഫർമേഷൻ കൊടുക്കാം. 11/5 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. അപ്പോൾ ഇപ്പോൾ മുതൽ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങിക്കോളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ, അതായത് ഫയർമാൻ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 1,09,606 പേരാണ് ഫയർമാന് അപ്ലൈ ചെയ്തത്. ഇനി വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കോഴിക്കോട് ജില്ലയിൽ അപ്ലൈ ചെയ്തത് 59,998 പേരാണ്. അതുപോലെ തന്നെ വുമൺ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കണ്ണൂർ ജില്ലയിൽ അപ്ലൈ ചെയ്തത് 16,014 പേരും. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ അപ്ലൈ ചെയ്തത് 8,352 പേരുമാണ് അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പൊ ഇത്രയൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പൊ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതായത് ഫയർമാൻ, ഫയർ വുമൺ പരീക്ഷകൾ 4/7/2026. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാന പരീക്ഷകളായിട്ടുള്ള കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, സ്റ്റോർമാൻ എന്നീ പരീക്ഷകളുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് 18/7/2026 കേട്ടോ. അപ്പം ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇപ്പൊ തന്നെ പോയി കൺഫർമേഷൻ കൊടുത്തോളൂ. നിങ്ങൾക്ക് അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യേണ്ട, കൺഫർമേഷൻ കൊടുത്തോളൂ, അല്ലെ മറന്നുപോകും. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ തന്നെ പോയി എല്ലാ കൂട്ടുകാരും കൺഫർമേഷൻ കൊടുത്ത് പക്കയാക്കി പഠനം സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സസും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ PSCയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങളാരും മറക്കരുത്. ആ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ കയറി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തന്നെയാണ്. നമ്മുടെ യൂട്യൂബിലിട്ട കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ കണ്ടാൽ മതി. അത് ഒരുപാട് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പം ഈ ഒരു ബാച്ചിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ, ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ഏകദേശം 60-70 കുട്ടികളോളമായിട്ടുണ്ട്, ഉദ്യോഗാർത്ഥികളായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ പുതിയ അപ്ഡേറ്റ്സുകളും പുതിയ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.